നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ദേശീയപാതയിലെ കൊടകര കൊളത്തൂരിൽ ലോറിക്ക് പിറകിലിടിച്ച കാറിൽ ബസ്സിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റത് മണ്ണുത്തി സ്വദേശികൾക്ക്. കൊടും ചൂട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും. പുറം ജോലികൾക്കും നിയന്ത്രണം. തൃശൂരടക്കം 4 ജില്ലകളിൽ ജാഗ്രത. ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ കണ്ടക്ടറുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായി ചികിത്സയിലിരുന്ന ആൾ മരിച്ചു. മരിച്ചത് കരുവന്നൂർ സ്വദേശി. കൊടും ചൂടിൽ നാടും നഗരവും വെന്തുരുകുമ്പോൾ പച്ചക്കറി വിലയും പൊള്ളിക്കുന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ ഊട്ടുതിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവീകരണം പൂർത്തിയാക്കിയ ആളൂർ വരപ്രസാദനാഥ പള്ളിയുടെ വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠയും ഈ മാസം 5-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാതയിലെ കൊടകര കൊളത്തൂരിൽ ലോറിക്ക് പിറകിലടിച്ച കാറിൽ ബസ്സിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 8:30 അപകടം. മണ്ണൂത്തി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ കിലോമീറ്ററുകളോളം ഗതാഗത കുരുക്കുണ്ടായി. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് മുന്നിൽ പോയിരുന്ന ലോറിക്ക് പുറകിൽ ഇടിച്ചത്. ഇതേ തുടർന്ന് പുറകിൽ വന്നിരുന്ന ബസ് കാറിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും തകർന്ന കാറിനുള്ളിൽ യാത്രക്കാർ കുടുങ്ങിപ്പോവുകയായിരുന്നു. അഗ്നിരക്ഷാസേനയും കൊടകര പോലീസും നാട്ടുകാരും ചേർന്നാണ് തകർന്ന കാർ വെട്ടിപ്പൊളിച്ച് യാത്രക്കാരെ പുറത്തെടുത്തത്. ഇവരുടെ പരിക്ക് സാരമുള്ളതാണ്. മുക്കാട്ടുകര സ്വദേശികളായ അയ്യന്തോൾ വീട്ടിൽ 64 വയസ്സുള്ള ജോസഫ്, 56 വയസ്സുള്ള ക്രിസ്റ്റി, 46 വയസ്സുള്ള നിഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. മുന്നിൽ പോയിരുന്ന ചരക്ക് ലോറി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനെ തുടർന്നാണ് കാർ ലോറിയിൽ ഇടിച്ചത്. സംസ്ഥാനത്ത് കൊടുംചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ നിർണായക തീരുമാനങ്ങളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം. കഠിനമായ ചൂട് അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം പുറം ജോലികൾ, വിനോദങ്ങൾ എന്നിവയിലും നിയന്ത്രണം കൊണ്ടുവരും. 4 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട്. തൃശൂർ, പാലക്കാട്, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 11 മണി മുതൽ 3 മണി വരെയുള്ള അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണം. പകൽ 11 മുതൽ വൈകുന്നേരം 3 വരെയുള്ള പുറം ജോലികൾ ഒഴിവാക്കണം. അതിനനുസരിച്ച് സമയം ക്രമീകരിക്കണം. പകൽ സമയത്തെ പരിശീലനവും ഡ്രില്ലും ഒഴിവാക്കണം. സമ്മർ ക്യാമ്പുകൾ നിർത്തിവെക്കാനും നിർദ്ദേശം. സ്കൂളുകൾ ഓൺലൈനായി പ്രവർത്തിക്കാനാണ് തീരുമാനം. ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ കണ്ടക്ടറുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായി ചികിത്സയിലിരുന്നയാൾ മരിച്ചു. കരുവന്നൂർ സ്വദേശി 68 വയസ്സുള്ള പവിത്രനാണ് മരിച്ചത്. ഏപ്രിൽ 2-ന് ഉച്ചയ്ക്ക് 12-ഓടെ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്ത ബസ്സിലെ കണ്ടക്ടർ ഊരകം സ്വദേശി കടുകപ്പറമ്പിൽ രതീഷിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയായിരുന്നു. ചില്ലറയെ ചൊല്ലിയുള്ള തർക്കത്തിൽ പുത്തൻതോട് ബസ് സ്റ്റോപ്പിൽ സമീപത്ത് വെച്ച് പവിത്രനെ കണ്ടക്ടർ ഊരകം സ്വദേശി രതീഷ് തള്ളി താഴെയിടുകയായിരുന്നു. റോഡരികിലെ കല്ലിൽ തലയിടിച്ചാണ് പവിത്രൻ വീണത്. കൊടും ചൂടിൽ നാടും നഗരവും വെന്തുരുകുമ്പോൾ പച്ചക്കറി വിലയും പൊള്ളിക്കുന്നു. റമദാൻ വിഷു ആരംഭത്തിൽ തുടങ്ങിയ വിലവർധന മുകളിലേക്ക് തന്നെയാണ്. പാവയ്ക്ക 100, 140 വരെയും, ചെറുനാരങ്ങ 150, 160 വരെയും, ബീറ്റ്റൂട്ട് 45 രൂപ മുതൽ 50 വരെയും, ബീൻസ് 150 രൂപ മുതൽ 170 രൂപ വരെയും, വെണ്ടയ്ക്ക 60, തക്കാളി 45 എന്നിങ്ങനെയാണ് നിരക്ക്. കാലാവസ്ഥയിലുണ്ടായ മാറ്റം മൂലം വേനൽ മഴയെത്താത്തത് പച്ചക്കറി വിപണിയെ ബാധിച്ചിട്ടുണ്ട്. വേനൽ കനത്തതോടെ ജ്യൂസ് വിഭവങ്ങൾക്കും ആവശ്യക്കാർ കൂടിയിട്ടുണ്ട്. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ ഇടവക മധ്യസ്ഥന്റെ ഊട്ടുതിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടവകയിലെ ജോസഫ് ഔസേപ്പ് നാമധാരികളുടെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ തിരുനാളാഘോഷം നടത്തുന്നത്. 16,000-ഓളം പേർക്ക് തിരുനാളിനോടനുബന്ധിച്ച് നേർച്ച ഊട്ട് ഒരുക്കും. ശനിയാഴ്ച രാവിലെ 6:30-ന് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് മീഡിയ ഡയറക്ടർ
ഫാദർ അനൂപ് കോലങ്കണ്ണിയുടെ കാർമ്മികത്വത്തിൽ പാട്ടുകുർബാന, സന്ദേശം, ലതീഞ്ഞ്, നൊവേന, നേർച്ചപ്പായസം, വെഞ്ചിരിപ്പ്, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവയുണ്ടാകും. ഞായറാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഊട്ടുവെഞ്ചിരിപ്പ് നിർവഹിക്കും. 8:30 ഫാദർ സിബിൻ വാഴപ്പള്ളിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടാകും. 10 തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലേപ്പുറം മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൃശൂർ മേരിമാത മേജർ സെമിനാരിയിലെ പ്രൊഫസർ ഫാദർ വിൻസെന്റ് ആലപ്പാട്ട് സന്ദേശം നൽകും. തുടർന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂണും ഉണ്ടാകും. ഉച്ചകഴിഞ്ഞ് 4 നടക്കുന്ന സെന്റ് ജോസഫ് ഫാമിലി കുർബാനയ്ക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികരാകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദർശനം ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി, ജനറൽ കൺവീനർ ജോയ് വടക്കേത്തല, ജോയിന്റ് ജനറൽ കൺവീനർ റിൻഡോ കാളത്തുപറമ്പിൽ, PRO ജോയ്സ് തെക്കുന്തല എന്നിവർ പങ്കെടുത്തു. കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ വരുന്ന 5-ാം തീയതി ഞായറാഴ്ചയാണ് കൊടകര വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഫൊറോന പള്ളിയിലെ കൂട്ടിത്തിരുന്നാൾ നിശ്ചയിച്ചിരിക്കുന്നത്. രാവിലെ 6:30 ആദ്യത്തെ കുർബാന ആണ്. അന്ന് 4 വിശുദ്ധ കുർബാനകളുണ്ട്. ആദ്യത്തെ കുർബാന 6:30 വിശുദ്ധ കുർബാന കഴിയുമ്പോൾ നവീകരണം പൂർത്തിയാക്കിയ ആളൂർ വരപ്രസാദനാഥ പള്ളിയുടെ വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠയും ഈ മാസം 5-ന് നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് 2:30 ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ വെഞ്ചിരിപ്പ് നിർവഹിക്കും. പള്ളിയുടെ ജൂബിലി വർഷ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. ഇടവക ദിനാഘോഷം തിങ്കളാഴ്ച വൈകുന്നേരം നടക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, ജനറൽ കൺവീനർ ജോൺസൺ വാലപ്പൻ, ട്രസ്റ്റിമാരായ ജോസ് മാളിയക്കൽ, ജെയ്സൺ ചാതേലി, റോയ് കളത്തിങ്കൽ, നിർമ്മാണ കമ്മിറ്റി കൺവീനർ ടോണി പുലിക്കോട്ടിൽ എന്നിവർ പങ്കെടുത്തു. 99 കുരിശുപള്ളിയായി 2024 എത്തുമ്പോൾ 25 വർഷങ്ങൾ അവിടെ പൂർത്തീകരിക്കുകയാണ്. ജൂബിലി വർഷത്തിലേക്ക് കൂടി ആളൂർ പ്രസാദനാഥ ഇടവക കടക്കുകയാണ്. ഈ ജൂബിലി വർഷത്തിൽ ജൂബിലി സമ്മാനം എന്നോണമാണ് ദേവാലയം നവീകരിച്ച് വെഞ്ചരിപ്പിനും പുനഃപ്രതിഷ്ഠയ്ക്കുമായിട്ട് തയ്യാറെടുക്കുന്നത്. വരുന്ന മെയ് മാസം 5-ാം തീയതി 2:30 വൻപിച്ച ഓഫറുകൾ ഒരുക്കി ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ്. വെള്ളി ശനി ദിവസങ്ങളിലാണ് വെള്ളിക്കുളങ്ങര 3 മുറി ഹോം എക്സ്പ്രസിൽ ഓഫർ ഉള്ളത്. സബോള 2 കിലോ 50 രൂപ, പഞ്ചസാര 1 കിലോ 41 രൂപ 50 പൈസ, കുറുവ അരി 39 രൂപ, തുവരപ്പരിപ്പ് 145 രൂപ, ഗ്രീൻ പീസ് 95 രൂപ. കൂടാതെ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്കും വൻ വിലക്കുറവ്. സ്കൂൾ കുട്ടികൾക്കായുള്ള ബ്രാൻഡഡ് ബാഗുകൾ, കുടകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാവിധ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ഹൗസ് ഹോൾഡ് ഐറ്റംസിന് 60% വരെ കിഴിവ്. ഓഫർ ടൈം ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 10 വരെ. വൈകുന്നേരം 4 മുതൽ വൈകിട്ട് 10 വരെ കുട്ടികൾക്കായി കിഡ്സ് പാർക്കും പ്രവർത്തിക്കുന്നതാണ്. ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. ഫോൺ 9958584891. മറ്റൊരു നമ്പർ 9072488891. കൊടും ചൂടിൽ വൈദ്യുതി ഉപയോഗം കൂടിയെങ്കിലും സംസ്ഥാനത്ത് തൽക്കാലം ലോഡ് ഷെഡിംഗ് ഇല്ല. വൈദ്യുതി നിയന്ത്രണം കൂടിയേ തീരുവെന്ന് KSEB ആവശ്യപ്പെട്ടെങ്കിലും തൽക്കാലം ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു. മറ്റു വഴികൾ നിർദ്ദേശിക്കാൻ KSEBയോട് സർക്കാർ ആവശ്യപ്പെട്ടു. ലോഡ് ഷെഡിംഗ് വേണമെന്ന KSEBയുടെ ആവശ്യം ചർച്ച ചെയ്യാൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി സർക്കാർ നിലപാട് അറിയിച്ചത്. കടുത്ത ചൂടിൽ റെക്കോർഡ് വൈദ്യുതി ഉപയോഗമാണ് സംസ്ഥാനത്തുണ്ടാവുന്നത്. അതിനാൽ വൈദ്യുതി നിയന്ത്രണം കൂടിയേ തീരുവെന്ന നിലപാടിലാണ് ബോർഡ്. കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പലയിടങ്ങളിലും ട്രാൻസ്ഫോമർ കേടുവരുന്നതും വൈദ്യുതി വിതരണം നിലയ്ക്കുന്നതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വേനൽ കടുത്തതോടെ ഓരോ ദിവസവും പീക്ക് ടൈമിൽ 5000-ലേറെ മെഗാവാട്ട് കറണ്ടാണ് സംസ്ഥാനത്ത് വേണ്ടിവരുന്നത്. നേരത്തെ 11 മണി വരെ എന്ന് കണക്കാക്കിയിരുന്ന പീക്ക് ടൈം ഇപ്പോൾ പുലർച്ചെ 2-2:30 വരെയായി. വേനൽ കടുക്കുമ്പോൾ മദ്യവിൽപ്പന കുറയുമെന്ന പൊതുധാരണ തെറ്റിച്ച് മലയാളികൾ ചൂടിൽ നിന്ന് ആശ്വാസം തേടി കുടിച്ചത് കോടികളുടെ മദ്യം. മുൻവർഷത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബിയറിന് ആവശ്യക്കാർ കുറഞ്ഞതായാണ് ബീവറേജ് കോർപ്പറേഷൻ കണക്ക് വിശദമാക്കുന്നത്. 2023 മാർച്ച് മാസത്തിൽ 170 കോടിയുടെ ബിയർ വിൽപ്പനയാണ് സംസ്ഥാനത്ത് നടന്നത്. 2024 മാർച്ചിൽ ഇത് 155 കോടിയായി കുറഞ്ഞു. അതേസമയം മദ്യവിൽപ്പനയിൽ വൻ വർധനവാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് സംസ്ഥാനത്തുണ്ടായത്. 2023 മാർച്ചിൽ
1384 കോടി രൂപയുടെ മദ്യം സംസ്ഥാനത്ത് വിറ്റപ്പോൾ ഈ വർഷം അത് 1453 കോടി രൂപയായി ഉയർന്നു. ഏപ്രിൽ 2 മുതൽ 29 വരെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 2023 1387 കോടിയുടെ മദ്യം വിറ്റുപോയിരുന്നു. 2024 ഇത് 1467 കോടി രൂപയാണ്. രൂക്ഷമായ ചൂട് രേഖപ്പെടുത്തിയ മാർച്ച് ഏപ്രിൽ മാസത്തിൽ 3250 കോടി രൂപയുടെ മദ്യവും ബിയറുമാണ് ബിവറേജ് കോർപ്പറേഷൻ വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 3148 കോടി രൂപയായിരുന്നു. 132 കോടി രൂപയുടെ അധിക മദ്യമാണ് വെറും 2 മാസം കൊണ്ട് സംസ്ഥാനത്ത് ചെലവായത്. ചൂടിനെ നേരിടാനുള്ള കിക്ക് ബിയറിന് പോരെന്ന് വിശദമാക്കുന്നതാണ് ലഭ്യമാകുന്ന കണക്കുകൾ. മുൻവർഷത്തെ അപേക്ഷിച്ച് 15 കോടി രൂപയുടെ ബിയർ വിൽപ്പനയുടെ കുറവാണ് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. കുറുമാലി പുഴയോരത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:15 സംഭവം. കെട്ടിടം പൊളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അനക്കം കണ്ട പണിക്കാരാണ് ആളുകളെ വിവരമറിയിച്ചത്. 15 മുട്ടയോടൊപ്പം അടയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു പാമ്പ്. 12 അടി നീളമുള്ള പാമ്പിനെയാണ് കണ്ടെത്തിയത്. വനം വകുപ്പ് സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലമാണ് പാമ്പിനെ പിടികൂടിയത്. കോടാലി കടമ്പോട് ആനന്ദ കലാസമിതി വായനശാലയിൽ മെയ് ദിന സദസ്സ് സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KV ഷൈജു അധ്യക്ഷത വഹിച്ചു. മട്ടത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ EH സഗീർ, കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി TM ശിഖാമണി, വായനശാല സെക്രട്ടറി PS അംബുജാഷൻ, PS സുരേന്ദ്രൻ, TA വേലായുധൻ, KR ശിവശങ്കരൻ എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. ഗ്രന്ഥകാരനായ സുകുമാർ അഴീക്കോടിന്റെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് സുകുമാർ അഴീക്കോട് സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ മെയ് 11 തൃശൂരിൽ വെച്ച് പൊതുജനങ്ങൾക്ക് മലയാളത്തിൽ അഖില കേരള അഴീക്കോട് സ്മാരക പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. നവഭാരത സൃഷ്ടിക്ക് ജനാധിപത്യ ശുദ്ധീകരണത്തിന്റെ അനിവാര്യത എന്ന വിഷയത്തിലാണ് പ്രസംഗ മത്സരം നടക്കുന്നത്. 1ാം സ്ഥാനത്തിന് 10,000 രൂപയും 2ാം സ്ഥാനത്തിന് 5,000 രൂപയും 3ാം സ്ഥാനത്തിന് 3,000 രൂപയും വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും നൽകും. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി മെയ് 8. കൂടുതൽ വിവരങ്ങൾക്ക് 8058572727 8281314141 എന്ന നമ്പറുകളിൽ വിളിക്കുക. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിൽ തൃശൂർ പൂത്തോളിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെയ് മാസത്തിൽ ബേക്കറി ആൻഡ് കൺഫെഷണറി, കുക്കറി എന്ന വിഷയങ്ങളിൽ 5 ദിവസത്തെ കോഴ്സ് ആരംഭിക്കുന്നു. ഫീസ് 6,000 രൂപ. സമയം രാവിലെ 9:30 മുതൽ 1:30 വരെ. ഫോൺ 0487 238425 9447610223. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,625 രൂപയും പവന് 53,000 രൂപയും രേഖപ്പെടുത്തി. പുലക്കാട്ടുകര മുല്ലശ്ശേരി സഹദേവൻ ഭാര്യ ശോഭന അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെങ്ങാലൂർ മാട്ടുമല ഞെരിഞ്ഞാമ്പള്ളി ഔസേബ് ഭാര്യ റോസി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സ്റ്റെല്ല, ഷീജ ജോജു എന്നിവർ മക്കളും ഫ്രാൻസിസ്, ജോയ്, ഷൈനി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കുറ്റിക്കാടൻ ആന്റണി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൊച്ചുത്രേസിയാണ് ഭാര്യ. സുബിൻ, സുനിൽ, പരേതയായ സുമി എന്നിവർ മക്കളും. ടീന, ജിനിത എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര മൂത്രത്തിക്കര വടക്കുന്നാലത്ത് സുകുമാരൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഉഷയാണ് ഭാര്യ. നിഷ, നീതു എന്നിവർ മക്കളും. ഷിനിൽ, വിനോദ് എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ പുല്ലോക്കാരൻ ഗോപാലൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ ചന്ദ്രികയാണ് ഭാര്യ. ബാബു, ഷാജു, തങ്കമണി, ബൈജു എന്നിവർ മക്കളും. വാസന്തി, സുരജ, രമേശൻ, അജിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ദേശീയപാതയിലെ കൊടകര കൊളത്തൂരിൽ ലോറിക്ക് പിറകിലടിച്ച കാറിൽ ബസ്സിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു.
പരിക്കേറ്റത് മണ്ണുത്തി സ്വദേശികൾക്ക്. കൊടും ചൂട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും. പുറം ജോലികൾക്കും നിയന്ത്രണം. തൃശൂരടക്കം 4 ജില്ലകളിൽ ജാഗ്രത. ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ കണ്ടക്ടറുടെ ക്രൂര മർദ്ദനത്തിന് ഇരയായി ചികിത്സയിലിരുന്ന ആൾ മരിച്ചത് കരുവന്നൂർ സ്വദേശി. കൊടും ചൂടിൽ നാടും നഗരവും വെന്തുരുകുമ്പോൾ പച്ചക്കറി വിലയും പൊള്ളിക്കുന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ ഊട്ടുതിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവീകരണം പൂർത്തിയാക്കിയ ആളൂർ വരപ്രസാദനാഥ പള്ളിയുടെ വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠയും ഈ മാസം 5-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.